നമുക്ക് കുറച്ച് വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. അത് പൊളിച്ചുണ്ടല്ലോ, നമുക്ക് അകത്തെ സ്റ്റെം എടുക്കാം. അത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അത് മുറിച്ചെടുക്കാം. എങ്ങനെ മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ നൂല് വരും കണ്ടോ. നൂല് നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി എടുക്കാം. ഇങ്ങനെ അങ്ങനെ നൂല് കയ്യെ ചുറ്റി നമുക്ക് ഓരോന്നോരോന്ന് മുറിച്ചെടുക്കാം. നമുക്ക് കട്ടിമ്പോടെ വെച്ചിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമേ. നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇട്ടിടാം. അല്ലെങ്കിലുണ്ടല്ലോ കറക്കും. ചിലരാണെങ്കിൽ മോരും വെള്ളത്തിനകത്തിടും. പക്ഷെ ഞാനിപ്പോൾ വെള്ളത്തിനകത്താണ് ഇടുന്നത്. നമ്മളിത് കറക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട പിണ്ടി ഞെക്കി പിഴിഞ്ഞ് എടുത്ത് വച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇച്ചിരി പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഈ വാഴപ്പിണ്ടിക്കകത്ത് ഇടാനായിട്ട്. ചിലരാണ് പയറിടും. ഞാൻ ഇച്ചിരി പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വെന്ത് കുക്കറിനകത്ത് ഇട്ടിട്ട് തുവരപ്പരിപ്പാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുക. ഞാനിവിടെ ആവശ്യത്തിന് തേങ്ങായും ഇച്ചിരി കൊച്ചുള്ളിയും ജീരകം പൊടിച്ചതും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഞെരടിയെടുക്കാം. ചൂടായ പാനിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം. ചിലർ ഉഴുന്നിട്ട് കൊടുക്കും. ഞാൻ ഇച്ചിരി അരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് കിട്ടും അതിന്. ഇച്ചിരി കടുക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ വാഴത്തണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ തുവരപ്പരിപ്പിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. പിണ്ടിക്കകത്ത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിണ്ടിക്കകത്ത് ഓൾറെഡി വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട. നമുക്ക് തുവരപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങാപ്പീരി അങ്ങോട്ട് ഇടാം. ഞാൻ ഇത് ചേരുവകളെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് ചേരുവകളെല്ലാം ചേർത്തൊന്ന് പൊത്തി ഇതുപോലെ ഒന്ന് വെക്കാം. പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം പോഷകങ്ങളുണ്ട്. കിഡ്നി സ്റ്റോൺ നല്ലതാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിനെ പുറന്തള്ളും, മലബന്ധം അകറ്റും, രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സഹായിക്കും. ധാരാളം പൊട്ടാസ്യം ഇതിനകത്തിലുണ്ട്. അതുകൊണ്ട് ധാരാളം ഗുണങ്ങളും പോഷകങ്ങളും ഉള്ളതിനാൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്.